ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് സംഭവിച്ച അപകടത്തിന് ശേഷം കാണാതായ ഷിജിന്റെ മൃതദേഹത്തിനായി കുടുംബം കഴിഞ്ഞ 6 ദിവസമായി വേദനയോടെ കാത്തിരിക്കുകയാണ്. സ്വന്തം റിസ്കിൽ സ്കൂബ ഡൈവിംഗ് ടീമിനെ കൊണ്ടുവന്ന് തിരച്ചിൽ നടത്താൻ ശ്രമിച്ചപ്പോൾ വിവിധ പേപ്പറുകളിൽ ഒപ്പിട്ട് നൽകേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഇവർക്ക് നേരിടേണ്ടി വരുന്നു. ഞങ്ങള് 6 ദിവസം കൊണ്ട് കാത്തിരിപ്പാണ്. ഇവിടുത്തെ സംവിധാനങ്ങളൊന്നും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. ഞാൻ താമസിക്കുന്ന തുമ്പയിലാണ്. ഞാനും എൻ്റെ കുടുംബം ഇവിടെ വന്ന് കിടക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ മോനാണ് ഈ മരിച്ചുപോയത്. എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മോനാണ് ഇപ്പം കാണാതായത്. മരിച്ചുപോയെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ വിശ്വാസമായില്ല. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് അവൻ്റെ ബോഡിയെങ്കിലും കയ്യിൽ കിട്ടിയാലേ ഞങ്ങൾക്ക് വിശ്വാസമാകുള്ളൂ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നടക്കുന്ന സംവിധാനങ്ങൾ ഞങ്ങൾ ഈ സംവിധാനത്തോടാണ് ഈ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് 1% പോലും ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമല്ല നിങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഈ നാട്ടില് ഇവിടെ ശനിയാഴ്ച 8 മണിക്ക് വൈകുന്നേരം 8 മണിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഈ നിമിഷം വരെ ഗവൺമെന്റിന്റെ ഉണർന്നുള്ള പ്രവർത്തനം ഞങ്ങളുടെ കൺമുന്നിൽ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് സ്കൂബ ഡൈവിംഗ് ടീമിനെ കൊണ്ടുവരാം എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഏതൊക്കെയോ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താലേ അങ്ങനെ ഞങ്ങൾക്ക് സ്വന്തം റിസ്കിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 6 ദിവസം കൊണ്ട് ഞങ്ങൾ കാണാതായ ആൾക്ക് വേണ്ടി കാത്തിരിപ്പും സങ്കടവും പ്രാർത്ഥനയുമായിട്ടാണ് ഈ വീടിന്റെ ഫ്രണ്ടിൽ കഴിയുന്നത് 6 ദിവസമായിട്ട്. 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അച്ഛനായ ഷിജിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് കുടുംബം. മരണാനന്തര ചടങ്ങുകൾ നടത്തണോ അതോ കാത്തിരിക്കണോ എന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വ്യക്തത വരുത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് ചെയ്യണം, എന്ത് അവന്റെ മരണാനന്തര ചടങ്ങെടുക്കണോ, അവനെ കാത്തിരിക്കണോ, എന്ത് ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു തരണമെന്നും ഒരു അഭ്യർത്ഥനയുണ്ട്. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സർക്കാരിന്, അതായത് ഇപ്പോഴത്തെ സർക്കാരിന് അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാനും വിരുന്ന് കൂട്ടാൻ വേണ്ടി പലയിടത്തും പോകാനും മറ്റ് അവരുടെ ബന്ധു വീടുകളിൽ പോകാനും ഹെലികോപ്റ്ററും എല്ലാ സംവിധാനവും ഉണ്ട്. ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഒരു ദിവസം നേരെ വന്നു അങ്ങ് പോകുന്നു ഇങ്ങ് പോകുന്നു, ഇത് കണ്ടു. വേറൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഇവിടെ ഒരു സ്കൂബ ഡൈവിംഗ് ടീമിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഇതുവരെ ഒരു അനക്കവും ഇല്ല. പിന്നെ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട്, രക്ഷാപ്രവർത്തന ബോട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അന്നേ ദിവസം ശനിയാഴ്ച 3 മണിയായപ്പോൾ ഈ മുതലപ്പുഴി ഭാഗത്ത് വന്ന് ഒരു 2-3 റൗണ്ട് അടിച്ചു. അവര് കാലാവസ്ഥ മോശമെന്ന് പറഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ ഒന്നും കാണുന്നില്ല. ഇത് ആരോട് ഞങ്ങൾ പോയി പരാതി പറയണം? സർക്കാരിന് മറ്റ് ആവശ്യങ്ങൾക്ക് ഹെലികോപ്റ്ററും മറ്റ് സംവിധാനങ്ങളും ഉണ്ടെങ്കിലും കാണാതായ ആൾക്കായി ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കൃത്യമായ തിരച്ചിൽ നടത്തുന്നില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട് വന്ന് 2-3 റൗണ്ട് അടിച്ച് കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞ് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അതിനുശേഷം യാതൊരു നടപടികളും കാണാനില്ല. ഒന്നുകിൽ മരണം സ്ഥിരീകരിച്ച് ചടങ്ങുകൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക, അല്ലെങ്കിൽ കാണാതായ ഷിജിനെ ജീവനോടെയോ മൃതദേഹമായോ തിരികെ എത്തിച്ചു നൽകുക എന്നിവയാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. ഗവൺമെന്റ് ഒന്നുകിൽ ഇത് ഞങ്ങൾ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു തരിക, അല്ലെങ്കിൽ ഞങ്ങളുടെ ചെറുക്കനെ തിരിച്ചു കൊണ്ട് തരേണ്ട സംവിധാനം ചെയ്യുക. അതുമല്ലെങ്കിൽ അവന്റെ ബോഡി ആണെങ്കിൽ പോലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറ് കൊണ്ടുവന്നാൽ ഞങ്ങൾ തിരിച്ചെടുക്കാം. ഞങ്ങൾ ഇപ്പൊ ഒരു പരാതിയും പറയാനില്ല. ഞങ്ങൾക്ക് സംഭവിച്ചത് മറ്റു ജനങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതിനുള്ള സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കും സർക്കാർ. തങ്ങൾക്കുണ്ടായ ദുരന്തം മറ്റാർക്കും ഉണ്ടാകരുതെന്നും മുതലപ്പുഴയിൽ അടിയന്തരമായി മികച്ച സംവിധാനങ്ങൾ ഒരുക്കി സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും കുടുംബം ഒന്നടങ്കം ശക്തമായി ആവശ്യപ്പെടുന്നു. തലസ്ഥാന വാർത്തകൾ, 5 തെങ്ങ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം.
നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.